നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാവരും എന്റെ തീരുമാനത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞാൻ എന്തു മറുപടി പറയും? നടക്കാൻ പാടില്ലാത്ത വലിയ തെറ്റ് തന്നെ ഇവിടെ സംഭവിച്ചത്. നിഖിലും വീണയും ഈ വീട്ടിലെ കുട്ടികൾ തന്നെയാണെങ്കിലും അവര് ചെയ്ത തെറ്റ് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അവര് രണ്ടുപേരും അറിവില്ലാത്തവരൊന്നുമല്ല. പക്വതയും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാ. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്നോട് പറയായിരുന്നു. ഇതിപ്പോ ആദ്യ രാത്രിക്ക് മണിയറയെല്ലാം ഒരുക്കി അവര് മറ്റുള്ളവരെ നാണം കെടുത്തിയത് എന്തിനാ? അതിനവർക്ക് മാപ്പില്ല. ഈ കുടുംബം തകർന്നു പോകാൻ ഇത് മാത്രം മതി. എല്ലാത്തിന്റെയും അവസാനം ഉത്തരം പറയേണ്ടതും തീർപ്പ് പറയേണ്ടതും ഞാൻ മാത്രമാണ്. എനിക്കിവിടെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ തീരുമാനം പലർക്കും വേദനിച്ചേക്കാം. പക്ഷെ എങ്കിലും ഈ കുടുംബത്തിന്റെ ഗ്രഹനാഥ എന്ന നിലയിൽ അതെന്റെ ബാധ്യതയാണ്. ആർക്ക് മുറിവേറ്റാലും എനിക്ക് ഈ കുടുംബം ഇങ്ങനെ തന്നെ നിലനിർത്തിയേ പറ്റൂ. എന്റെ മുന്നിൽ ഈ തീരുമാനം മാത്രമേ ഉള്ളൂ. ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം നിന്റേതാ. കുടുംബം ചിന്നിച്ചിതറി പോകാതെ നീ കാക്കണം. മിണ്ടിപ്പോകരുത്. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവന് അത് നീ സ്വയം തെളിയിച്ചു. ഒരിക്കൽ അഞ്ജനയുമായിട്ടുള്ള ഇവന്റെ വിവാഹം തീരുമാനിച്ചതാ.
അന്ന് ഞാൻ ജയിലിലായിരുന്നല്ലോ. അവിടെ ഇവൻ എന്നെ കാണാൻ വന്നു. ആ കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഇവൻ പറഞ്ഞു. ഇവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ശ്രേയ പറഞ്ഞത് ശരിയാ. അത് ബാംഗ്ലൂരുകാരി പെൺകുട്ടിയായിരിക്കും. അന്നിവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് ഈ കുടുംബത്തിനെ ഇങ്ങനെ ചതിക്കാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അത് ഏട്ടത്തി എന്ത് തീരുമാനം എടുത്താലും ഞങ്ങളത് അംഗീകരിക്കും. നിഖിലും വീണയും ചെയ്തത് 100% തെറ്റ് തന്നെയാ. പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർക്ക് തുറന്നു പറയാമായിരുന്നു. അല്ലാതെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയല്ലായിരുന്നു വേണ്ടത്. ഈ വിവരം പുറത്തറിഞ്ഞ ഇതിനേക്കാളും വലിയ നാണക്കേട് എന്തുണ്ട്? അതുകൊണ്ട് ഇവർക്ക് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം. എന്താ ദർശനയുടെ അഭിപ്രായം? അത് അമ്മേ, ഇതിലിപ്പോ ദർശനയുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ദർശനയുടെ അഭിപ്രായം മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാവരുടെ അഭിപ്രായവും എനിക്കറിയണം. നാളെ എന്റെ തീരുമാനം നിങ്ങളെ അടിച്ചേൽപ്പിച്ചോ എന്ന് പറയാൻ ഇടവരരുത്. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റൊന്നല്ലത്. അതുകൊണ്ട് ഇവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. രഞ്ജിനി, നീ ഇവന്റെ അമ്മയല്ലേ? ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താ? എനിക്കൊന്നും അറിയില്ല. ഗീതമ്മയുടെയോ? ഏട്ടത്തി എന്ത് തീരുമാനം എടുത്താലും എനിക്കത് സമ്മതം. അത്രയ്ക്ക് വലിയ തെറ്റാ ഇവള് ചെയ്തത്. ഇവളെ കൊല്ലാൻ പറഞ്ഞ അത് ഞാൻ ചെയ്യും. എനിക്ക് വലുത് ഈ കുടുംബോ. അമ്മയാളെ കൊള്ളാലോ. കൊല്ലാനിങ് വാ, ഞാൻ ശരിയാക്കി തരാം. ചേച്ചി, ഇവര് രണ്ടുപേരെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഇത്രയും നാണക്കേട് ഈ വീടിനുണ്ടാക്കിയ ഇവരെ ഇനി ഇവിടെ താമസിക്കാൻ അനുവദിക്കരുത്. അത് തന്നെയാ എന്റെയും തീരുമാനം. ഇവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കാൻ തന്നെയാ എന്റെയും തീരുമാനം. ഇനി ഈ വീട്ടിലാരും ഇങ്ങനൊരു തെറ്റ് ചെയ്യരുത്. ഈ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം.